السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഫത്ഹു മക്ക, അതായത് മക്ക വിജയം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുടെ ആമുഖമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടി മക്ക ജയിച്ചടക്കുവാൻ വേണ്ടിയുള്ള ധാരാളക്കണക്കിന് സഹാബിമാരെയും കൂട്ടിക്കൊണ്ടുള്ള ആ യാത്ര മക്കയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ച ഒരു കാര്യം, അൻസാറുകളുടെ പതാക വഹിച്ചുകൊണ്ട് നീങ്ങിയിരുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു, അബൂ സുഫിയാൻ കേൾക്കെ അദ്ദേഹം അല്പം വിജയ ഭാവം മുഴക്കുന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, സംഘട്ടനത്തിന്റെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്മതമില്ലാതെ ചില കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭമാണത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി പരാതി പറഞ്ഞു, ഇതാ സഅദ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് സംഘട്ടനം നടക്കും, മക്ക പിടിച്ചടക്കും, ചോരച്ചാലുകൾ ഒഴുകും എന്ന രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സഅദിന് തെറ്റിപ്പോയതാണ്. ഇന്ന് സംഘട്ടനത്തിന്റെ ദിവസമല്ല, രക്തച്ചൊരിച്ചിലിന്റെയും പോരാട്ടത്തിന്റെയും ദിനമായിരിക്കില്ല. വലാകിൻ ഹാദാ യൗമുൻ യുഅല്ലമുല്ലാഹു ഫീഹി അൽ കഅബ. അല്ലാഹു തആല ഇന്നത്തെ ദിവസം, ഈ ദിവസം യുഅല്ലിമുല്ലാഹു ഫീഹിൽ കഅബ, അല്ലാഹു കഅബയെ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദിനമായിരിക്കും. വയൗമൻ തുക്സാ ഫീഹിൽ കഅബ, കഅബക്ക് പ്രത്യേകമായ വസ്ത്രമണിയിക്കപ്പെട്ടുകൊണ്ട് ആദരിക്കപ്പെടുന്ന ദിവസമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ പ്രതികരിക്കുകയാണ് ഉണ്ടായത്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഈ ഒരു മുന്നേറ്റം മക്കയിലേക്ക് കടക്കുന്ന വേളയിൽ അദ്ദേഹം സന്തോഷം കൊണ്ട്, അതല്ലെങ്കിൽ ആഹ്ലാദം കൊണ്ട് ഒരൽപ്പം കടന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടപ്പെട്ടില്ല. അതുണ്ടാകാൻ പാടില്ല. വിജയഭേരി മുഴക്കുമ്പോഴും അനർഹമായത് പറയാൻ പാടില്ല, പാടില്ലാത്തത് വിളിച്ചു പറയാൻ പാടില്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തുകയാണ് ഉണ്ടായത്.
മാത്രമല്ല അത് പറഞ്ഞതിന്റെ ഒരു പ്രതികരണമെന്നോണം സഅദ് റളിയല്ലാഹു തആല അൻഹു വഹിച്ചിരുന്ന അൻസാറുകളുടെ പതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വാങ്ങി. അൻസാറുകളുടെ പതാക വഹിച്ചിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അല്പം പക്വതയില്ലാത്ത ഈ പ്രതികരണം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന അൻസാറുകളുടെ പതാക അദ്ദേഹത്തിൽ നിന്ന് തിരികെ വാങ്ങി മകനായ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. മകനായ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രതിബന്ധം ബോധിപ്പിച്ചു. മകനെ ഏൽപ്പിച്ച് മകൻ ഒരു പക്ഷേ അത് ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിലോ എന്ന് എന്റെ മകന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിച്ചതിന്റെ ശേഷം വീണ്ടും പതാക അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് തന്നെ തിരികെ ഏൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതൊരു സൈന്യവും ഒരു സംഘവും എത്ര വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ലാത്ത പദപ്രയോഗങ്ങളോ വാക്കുകളോ സന്തോഷം കൊണ്ടോ മറ്റോ വിളിച്ചു പറയരുത് എന്ന് അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനൊരു പാഠം പഠിപ്പിക്കുകയാണ്. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു ഏന്തിയിരുന്ന പതാക തിരികെ വാങ്ങിക്കൊണ്ട് ഒരു പ്രതികരണം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിന് ആ ചെയ്തത് അബദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷം അദ്ദേഹം അത് അംഗീകരിച്ചപ്പോൾ പതാക തിരികെ കൊടുക്കുകയും ചെയ്ത ഗുണപാഠം നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. ശരി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സൈന്യവും മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. സംഘമായി കൊണ്ടാണ് പ്രവാചകരും സഹാബത്തും മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. കൊടിയും പതാകയും ഒക്കെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും 10,000-ഓളം വരുന്ന സഹാബിമാരും മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരെയും കാണത്തക്ക വിധത്തിൽ അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ മലയിടുക്കിൽ നിർത്തി. എന്തിനാത്? അബൂ സുഫിയാൻ ഇപ്പൊ മുസ്ലിമായിട്ടേ ഉള്ളൂ. ഇപ്പൊ മക്കം ഫത്ഹിന്റെ ഈ മുന്നോടിയായിട്ടാണ് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ അബൂ സുഫിയാൻ കാണട്ടെ, മുസ്ലിമീങ്ങളുടെ സംഘശക്തി അദ്ദേഹം മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്ന മുസ്ലിം ടീമുകളുടെ ഓരോ സംഘത്തെയും ഉയർന്ന പ്രദേശത്ത് മലയിടുക്കിൽ നിന്നുകൊണ്ട് അബൂ സുഫിയാൻ കാണുമാറാകണം എന്ന നിലക്ക് ഓരോ സംഘവും കടന്നു പോകുന്ന വഴിയിലുള്ള മലയിടുക്കിൽ അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ്. എന്തിനു വേണ്ടി? എത്ര സംഘം എത്ര ശക്തമായ നിലക്കാണ് മക്കയിലേക്ക് കടക്കുന്നത് എന്ന് അബൂ സുഫിയാൻ കാണട്ടെ. അദ്ദേഹത്തിന്റെ ഇസ്ലാമിനൊരു ശക്തി കിട്ടട്ടെ. ഇപ്പൊ കടന്നു വന്നതല്ലേയുള്ളൂ, അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് ഒരു ശക്തി കൂടട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഈ കാഴ്ചകളൊക്കെ കാണുന്ന നിലക്കൊരു സ്ഥലത്ത് നിർത്തുകയാണ്. അവസാന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അവസാന സംഘത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പട്ടണമത മുസ്ലിമീങ്ങൾക്ക് കീഴൊതുങ്ങാൻ പോവുകയാണ്. തടയാൻ അധികം ആളുകളൊന്നും മുന്നോട്ട് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഹങ്കാരിയുടെ രൂപത്തിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്നുമല്ല മക്കയിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് പല നാടുകളെയും അതിജയിക്കുന്ന നേതാക്കന്മാര്, ജേതാക്കൾ, സാമ്രാജ്യത്വത്തിന്റെ ആളുകൾ പല നാടുകളും വെട്ടിപ്പിടിക്കുമ്പോൾ, ജയിച്ചടക്കുമ്പോൾ ആ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വിക്രിയകളും തോന്നിവാസങ്ങളും അബദ്ധങ്ങളും അതിക്രമങ്ങളും കൊള്ളകളും കൊലകളുമൊക്കെയുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിദാ തന്റെ കാൽ കീഴിൽ ആകാൻ പോകുന്നു എന്ന് തോന്നിയ ആ സന്ദർഭത്തിലും അവിടുന്ന് അവിടുത്തെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് തലയിങ്ങനെ കുനിക്കുകയാണ്. അവിടുത്തെ ശിരസ്, അവിടുത്തെ താടി ഇങ്ങനെ വാഹനത്തിന്റെ മേൽ ടച്ച് ചെയ്യാനാകുന്നു എന്ന് തോന്നി ഞങ്ങൾക്കെന്ന് സഹാബത്ത് പറയുന്നുണ്ട്. വിനയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുഖം കുനിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ എന്ന സൂറത്തുൽ ഫത്ഹിലെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ട് അതീവ വിനീതനായി, അഹങ്കാരം തൊട്ടു തീണ്ടാതെ, ഒരു ജേതാവിന്റെ തലയുയർത്തിപ്പിടിക്കലും അഹങ്കാരമൊന്നും തൊട്ടു തീണ്ടാതെ അള്ളാഹു നൽകി അനുഗ്രഹിച്ച മഹത്തായ ഈ അനുഗ്രഹത്തിന് ശുക്ർ രേഖപ്പെടുത്തി അതേ നല്ല ഖുശൂഉള്ള ഭയഭക്തിയുള്ള ഹൃദയത്തോടെ കുനിഞ്ഞ ശിരസ്സോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപാരമായ റബ്ബിന്റെ അനുഗ്രഹത്തിന് അപാരമായ നിലക്ക് നന്ദി കാണിച്ച് താഴ്മയോടെ മുന്നോട്ട് നീങ്ങുകയാണ്.
അങ്ങനെ മക്കയുടെ കീഴടങ്ങൽ ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലുകളൊന്നും ഉണ്ടാകാതെ സമാധാനപരമായി മക്ക ജയിച്ചടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാൻ ആളെ ഏൽപ്പിച്ചു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ വമൻ അൽഖ സിലാഹ ഫഹുവ ആമിനുൻ വമൻ അഗ്ലഖ ബാബഹു ഫഹുവ ആമിനുൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, മൻ ദഖല ദാറ അബീ സുഫിയാൻ, എല്ലാവർക്കും അവിടുന്ന് മക്കക്കാരെ, ഞങ്ങൾ മക്കയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ കൊല്ലാനോ കൊള്ള നടത്താനോ നിങ്ങളോട് പ്രതികാരം ചോദിക്കാനോ നിങ്ങളെ വധിച്ച് നശിപ്പിച്ചുകൊണ്ട് നാടാകെ കുട്ടിച്ചോറാക്കാനോ അല്ല ഞാൻ വരുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എല്ലാവർക്കും അംന് ഓഫർ ചെയ്യുകയാണ്, നിർഭയത്വം ഓഫർ ചെയ്യുകയാണ്. അവിടുന്ന് വിളിച്ചു പറയുന്നു മൻ ദഖല, അവിടുന്ന് പ്രഖ്യാപിക്കുന്നു മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ. ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനായിരിക്കും. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്ത് പറഞ്ഞത്. ഇപ്പൊ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചത് അബൂ സുഫിയാൻ. അബൂ സുഫിയാന്റെ ഇസ്ലാം സ്വീകരണം മക്കയിലെ അധികം ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല. നബി ആ പ്രഖ്യാപനത്തിലൂടെ അവരെ പഠിപ്പിക്കുകയാണ്, അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതാളുകളെ അറിയിക്കൽ ഒരു ഉദ്ദേശമുണ്ട്. കൂട്ടത്തിൽ അബൂ സുഫിയാന്റെ മനസ്സും തണുക്കണം, അബൂ സുഫിയാന്റെ ഇസ്ലാമും ഒന്ന് ഉറക്കണം. കണ്ടില്ലേ, ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ട്, ഗോത്രനായകന്മാരുണ്ട്, അതുപോലെ തന്നെ വംശമാഹാത്മ്യമുള്ള ധാരാളം ആളുകൾ ഈ മക്കയിൽ ഉണ്ടായിട്ടും എന്റെ വീട്ടിൽ പ്രവേശിച്ചവന് നിർഭയമുണ്ടെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നത്. അവിടുത്തോടുള്ള മഹബത്ത് കൂടണം, ഇസ്ലാമിനോടുള്ള സ്നേഹം കൂടണം. ആ നിലക്ക് വിളിച്ചു പറയുന്നു, അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്ക് നിർഭയത്വമുണ്ട്. വമൻ അൽഖ സിലാഹ ഫഹുവ ആമിനുൻ. ആയുധം താഴെ വെച്ചവരാരൊക്കെയുണ്ടോ അവരെ ഞാനൊന്നും ചെയ്യുന്നതല്ല. ആയുധം താഴെയിട്ടവർക്കും അവരും നിർഭയരാണ്. വമൻ അഗ്ലഖ ബാബഹു ഫഹുവ ആമിനുൻ. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് കതകടച്ചിരിക്കുന്നവരുണ്ടോ അവരും നിർഭയരാണ്. വീടിന്റെ അകത്ത് കയറി ഞാൻ ആക്രമിക്കൂല. അഥവാ ഈ പ്രഖ്യാപനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണ്? ഞങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ, ഞങ്ങളോട് ഇങ്ങോട്ട് പോരാടാൻ, ഞങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ആയുധമെടുക്കുന്നവനോടല്ലാതെ ഞങ്ങൾ യുദ്ധം ചെയ്യൂല, ആയുധമെടുക്കൂല എന്ന സമാധാനത്തിന്റെ പ്രഖ്യാപനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്ക് നിർഭയത്വണ്ട്. എല്ലാവർക്കും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംന് പറയാണ്, നിർഭയരാണ്, എല്ലാവരും നിർഭയരാണ് എന്നിങ്ങനെ പറയുമ്പോ ഫഖാലത്തിൽ അൻസാറു ബഅദുഹും ലിബഅദിൻ. അൻസാരികളുടെ സ്നേഹം നോക്കണം. അൻസാരികളായ ആളുകൾ അതാരാണ്? മുഹാജിറായി കൊണ്ട് മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബിമാരെയും സഹായിച്ച അൻസാറുകൾ, അവർക്ക് നബി തങ്ങളോടുള്ള മഹബത്ത്, അള്ളാന്റെ റസൂലിനെ വിട്ടുപിരിയാൻ അവർക്കാവില്ല. ആ അൻസാരികൾ ഈ വാക്ക് കേൾക്കുന്നു. ഇത് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെത്തിയപ്പോ എല്ലാവരും നിർഭയരാണ്, എല്ലാവർക്കും നിർഭയത്വണ്ട്, ആരെയും ഒന്നും ചെയ്യൂല എന്നൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് കേട്ടപ്പോ അൻസാരികൾ പരസ്പരം ഇങ്ങനെ അടക്കം പറഞ്ഞു. അൻസാരികൾ ചിലരോട് പറയാൻ തുടങ്ങി, കണ്ടോ, അള്ളാന്റെ റസൂലിന് തന്റെ നാട്ടിലെത്തിയപ്പോൾ നാടിനോടൊരു പിരിശം വന്നിരിക്കുന്നു. അവിടെയുള്ള കുടുംബ ബന്ധുക്കളോടും ഒരു വാത്സല്യം വന്നിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ അവരത് പറഞ്ഞത്? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതല്ല, അവരുടെ മനസ്സിന്റെ ആ ഒരു സങ്കടം അവര് പറയുകയാണ്. എന്താ സങ്കടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഇവിടെ തന്നെ കൂടിയേക്കുമോ, ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞേക്കുമോ? ഇവിടം വിട്ട് പോയത് സ്വദേശം വിട്ട് പോയിട്ട് സ്വദേശത്തേക്ക് വന്നിരിക്കുകയല്ലേ? ഇനി നമ്മളെയൊന്നും റസൂലുള്ളാഹിക്ക് വേണ്ടാതാകുമോ? മദീനയിലേക്ക് മടങ്ങാതെ ഇവിടെ തന്നെ നബിതങ്ങൾ ബാക്കി ജീവിതം കഴിച്ചുകൂട്ടുമോ? അതൊക്കെ അവരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. സ്വകാര്യമായിട്ട് അത് പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഈ കാര്യം ഇങ്ങനെ അവര് പരസ്പരം പറയാണ്. നബിതങ്ങൾക്ക് എന്തോ മക്കത്ത് വന്നപ്പോ ഒരു മാറ്റമുണ്ട്, ഇപ്പൊ ഒരു വല്ലാത്ത മാറ്റമുണ്ട്. അള്ളാന്റെ റസൂൽ നമ്മളൊക്കെ ഒഴിവാക്കി ഇവിടെ തന്നെ നിന്ന് നമ്മളെ ഒറ്റക്ക് പറഞ്ഞേക്കോ? അള്ളാന്റെ റസൂലിന്റെ കുടുംബങ്ങളെയും ബന്ധുക്കളൊക്കെ കൂടെ ഇവിടെ തന്നെ തങ്ങുവോ?
എന്ന് അവർക്ക് വല്ലാത്തൊരു വേദന അവർ പരസ്പരം പങ്കുവെച്ചു. റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞിട്ടില്ല. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വജാഅൽ വഹ്യു, അപ്പോഴേക്ക് വഹീ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. നബി തങ്ങൾക്ക് വഹീ വരികയാണ്. വകാന ഇദാ ജാഅൽ വഹ്യു ലാ യഖ്ഫാ അലൈനാ, അവിടുത്തേക്ക് വഹീ വരുമ്പോ അത് ഞങ്ങൾക്ക് ഗോപ്യമാകാറില്ല, അഥവാ ഞങ്ങൾക്ക് മനസ്സിലാകാറുണ്ട്. അവിടുത്തെ ഭാവമാറ്റങ്ങളിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിൽ തന്നെ കാണുന്ന നിറപ്പകർച്ചയിൽ നിന്ന്, അതേ ഏറ്റവും കഠിനമായി തണുപ്പുള്ള സമയമാണെങ്കിലും നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ ഉതിർന്നു ചാടുന്നതൊക്കെ വഹയിറങ്ങുമ്പോഴുള്ള ലക്ഷണമായിട്ട് പ്രവാചക ചരിത്രം പറഞ്ഞു തുടങ്ങിയിടത്ത് വെച്ച് നമ്മൾ വിശദീകരിച്ചത് നിങ്ങൾ മറന്നിട്ടില്ലാവില്ലെന്ന് ഓർക്കുന്നു. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ വരാൻ തുടങ്ങി. അങ്ങനെ വഹീ വരുമ്പോ ഞങ്ങളുടെ പതിവെന്താ, അവിടത്തേക്ക് വഹീ വരുമ്പോ ഒരാളും അവിടുത്തെ മുഖത്തേക്ക് പിന്നെ നോക്കൂല, കണ്ണൊന്നും ഏക്കുകയില്ല. ഹത്താ യൻഖദിയൽ വഹ്യു, വഹീ തീരുന്നത് വരെ. അപ്പൊ ഇത് പരസ്പരം അൻസാറുകൾ ഇത് പരസ്പരം പറഞ്ഞിട്ടേ ഉള്ളൂ, അള്ളാന്റെ റസൂല് കേട്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഞങ്ങൾക്ക് നബിസങ്ങൾക്ക് ഇങ്ങനെ വഹീ വരുന്നു. വഹീ വരുന്നുണ്ട് എന്ന് മാത്രല്ല, വഹീ അങ്ങ് തീർന്നപ്പോൾ, വഹീ വരലങ്ങ് നിലച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വിളിയാണ്, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളെ. ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ തീർന്നപ്പോൾ ഒരൊറ്റ വിളിയാ, ഓ അൻസാരികളെ. എല്ലാവരും ഒന്നടങ്കം ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഞങ്ങൾ ഇവിടെയുണ്ട്, അങ്ങേക്കിടെ വിളിക്കുക, ഉത്തരം ചെയ്തു വരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഖുൽതും, നിങ്ങൾ പറഞ്ഞു അമ്മർ റജുലു ഫഖദ് അഖദതുഹു റഅഫത്തുൻ ബിഅശീറതിഹി വറഗ്ബത്തുൻ ഫീ ഖറിയതിഹി. അതെ, ഈ നബിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒരു മാറ്റമുണ്ട്, നാടിനോടൊരു സ്നേഹം വന്നിരിക്കുന്നു, കുടുംബക്കാരോടൊരു വാത്സല്യം തോന്നിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അലാ, എന്നാൽ നിങ്ങൾ അറിയണം, ഫമസ്മി ഇദൻ, എന്താ എന്റെ പേരെന്ന് നിങ്ങൾക്കറിയാമോ? 3 തവണ അവിടുന്ന് ചോദിച്ചിട്ട് പറയുന്നു, അന മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമായ മുഹമ്മദാണ്. ഹാജർതു ഇലല്ലാഹി വ ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക്, അല്ലാഹുവിങ്കലേക്കും നിങ്ങളെ കൊള്ളയും അഥവാ മദീനയിലേക്ക് നിങ്ങളുടെ അടുത്തേക്കുമാണ് ഞാൻ ഹിജറ വന്നത്. ഫൽ മഹ്യാ മഹ്യാക്കും, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പമായിരിക്കും. വൽ മമാതു മമാതുക്കും, ഞാൻ മരിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൂടെ മദീനയിൽ വെച്ചായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പറയാണ്. ഖാലു, സഹാബത്ത് ഞെട്ടാണ്. ആരോടും പറഞ്ഞില്ല, ഒരു നബിതങ്ങളോട് പറഞ്ഞില്ല. ഇതെങ്ങനെ വിവരം കിട്ടി? ഖാലു, അവര് പറഞ്ഞു, വല്ലാഹി മാ ഖുൽനാ ഇല്ലാ ദിന്നം ബില്ലാഹി വറസൂലിഹി, നബിയെ മാപ്പാക്കണം, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സ്വാർത്ഥതയുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം, അങ്ങേ എപ്പോഴും ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ കൂടെ വിട്ടിട്ട് നിങ്ങൾ ഈ നാട്ടിൽ തന്നെ തങ്ങുമോ, ഞങ്ങളെ ഒഴിവാക്കുമോ എന്ന ആ ഒരു വല്ലാത്ത സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്, മാപ്പാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ വറസൂലഹു യുസദ്ദിഖാനികും വയഅ്ദിറാനികും, അതേ സാരമില്ല, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. വയഅ്ദിറാനികും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബോധിപ്പിച്ച കാരണം അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവരുടെ ആ സങ്കടവും വേദനയും അവർ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് വഹീ വരികയാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞല്ലോ, ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറഞ്ഞത് എന്തിനാണ്? ഈ കാര്യം അവരാരോടും പറഞ്ഞിട്ടില്ലാത്ത ഈ മറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടങ്ങ് പറയുന്നതിന്റെ മുന്നോടിയായി ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറയാൻ എന്താ കാരണം? നവീമാവ് പറയണ രണ്ട് വ്യാഖ്യാനമുണ്ട് അതിന്. ഒന്നാമത്തത് എന്താണ്? ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് സത്യമായിട്ടും നിങ്ങൾക്ക് ബോധ്യമായില്ലേ? എനിക്കിതാ വഹീ വരുന്നുണ്ട്, നിങ്ങളുടെ ഈ പ്രശ്നത്തിലുള്ളത് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് എനിക്ക് എന്റെ റബ്ബ് അറിയിച്ചു തരും എന്ന് അവരെ അറിയിക്കാൻ. എനിക്ക് അല്ലാഹു തആല ചില കാര്യങ്ങളൊക്കെ, മറഞ്ഞ കാര്യങ്ങളൊക്കെ ചില സമയത്ത് അവൻ അറിയിച്ചു തരും.
അതിനെന്താ കാരണം? ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലാണ്, എനിക്ക് വഹി വരുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചാലും അത് എന്നെ എന്റെ റബ്ബ് അറിയിക്കും എന്ന് പഠിപ്പിക്കാൻ. രണ്ടാമത് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഞാൻ നിങ്ങളോട് ഈ മറഞ്ഞ കാര്യം അറിയിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഫിത്നയിൽ അകപ്പെടരുത്. ഞാൻ നിങ്ങളോട് മറഞ്ഞ കാര്യം അറിയിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഫിത്നയിൽ അകപ്പെടാതിരിക്കാനുമാണ് ഞാൻ അള്ളാന്റെ അടിമയും അവന്റെ ദൂതനുമാണെന്ന് പറയുന്നത്. എന്താ കാരണം? മറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ച് അവർക്ക് അള്ളാഹുവിനെ പോലെയുള്ള കഴിവുകളുണ്ടെന്ന് അവരെ കുറിച്ച് അമിതമായി പ്രശംസിക്കാൻ കാരണമായി തീരാറില്ലേ? അതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പരിധി വിട്ട് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താതിരിക്കാനും. ഈ മറഞ്ഞ കാര്യമൊക്കെ അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നില്ലേ? കണ്ടോ, നമ്മൾ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? അതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കുറിച്ച് അമിതമായത് പറയാൻ പാടില്ല. ഞാൻ അള്ളാന്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ അതിനാ പറഞ്ഞത്. അതെ, ഇതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ പന്തലിലേക്ക് കയറി ചെല്ലുന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന കൊച്ചു പെൺകുട്ടികൾ ചില ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട വേളയിൽ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാനും അറിയാനും കഴിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ ജുവൈരിയാത്ത് അഥവാ കൊച്ചു പെൺകുട്ടികൾ ഇങ്ങനെ പാട്ടുപാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുരുന്നു മനസ്സുകളോട് സംസാരിച്ചത് എന്താണ്? മക്കളെ, നിങ്ങൾ ഇത് പറയാൻ പാടില്ല. കാരണം എന്താണ്? ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലുള്ള ആരും തന്നെ മറഞ്ഞ കാര്യം അറിയുകയില്ല അല്ലാഹു ഒഴികെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തിരുത്തി കൊടുത്തില്ലേ? അത് തിരുത്തി കൊടുത്തില്ലേ? ഇതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ മറഞ്ഞ കാര്യം സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ മുന്നോടിയായി ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും മാത്രമാണെന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരോട് എന്നോട് പറഞ്ഞിട്ടില്ലാത്ത സംഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയാമെന്ന ആ നിലക്കുള്ള ഒരു അമിത പ്രശംസയിലേക്ക് നിങ്ങൾ എത്താതിരിക്കാനുമാകുന്നു എന്നിങ്ങനെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കയിലേക്ക് പ്രവേശിച്ചു. ഓരോരുത്തർക്കും നിർഭയത്വം പ്രദാനം ചെയ്യുകയാണ്. ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരോടല്ലാതെ യുദ്ധം ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആരെയും നോവിക്കരുത്, ഇങ്ങോട്ട് കുഴപ്പത്തിന് വരാത്ത ആരെയും നോവിക്കരുത്, യുദ്ധം ചെയ്യരുത്, രക്തച്ചൊരിച്ചിലുണ്ടാകരുത്, ആക്രമിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാരോടൊക്കെ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും നിർഭയത്വം വാഗ്ദാനം നൽകി. എന്നാൽ കൂട്ടത്തിൽ ചില ആളുകളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാനും ഓർഡർ കൊടുത്തു. അവരത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ, ഇസ്ലാമിനെതിരെ ശക്തമായ നിലക്ക് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അവര് ഹറമിൽ പള്ളിയിൽ കയറിയാലും ഹറമിൽ കയറിയാലും എവിടുന്നാണെങ്കിലും കഅബമ്മ ഒട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടാലും വിട്ടുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നബ്ന ഖത്തൽ മുതഅല്ലിഖുൻ ബി അസ്താരിൽ കഅബ, കഅബയുടെ വിരിയും തൂങ്ങിപ്പിടിച്ച് കഅബന്റെ ചുമരിന്മേൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ നിൽക്കുന്നുണ്ട്. എന്താ അയാളെ തകരാറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നയാളാണ്. ഇസ്ലാമിനെതിരെ പാട്ടുകളും ഗാനങ്ങളും രചിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെയും ഇസ്ലാമിനെയും ചീത്ത പറയാൻ വേണ്ടി പ്രത്യേകം പാട്ടുകാരികളെ, പെൺകുട്ടികളെ ഏർപ്പാടാക്കിയിട്ട് അവരെ കൊണ്ട് മക്കയിലും പരിസരങ്ങളിലും പ്രവാചകനെ എതിർക്കുന്ന, അവിടുത്തെ ചീത്ത പറയുന്ന, തെറി വിളിക്കുന്ന ഗാനങ്ങൾ ചൊല്ലിച്ചിരുന്നയാളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഖത്തൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ഇത് പറഞ്ഞ ഉടനെ പറയാണ്, അയാളുണ്ട് കഅബമ്മ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്തുലൂഹു, കൊല്ലവനെ, ഉഖ്തുലൂഹു, കൊന്നുകളയണം, ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അതുപോലെ തന്നെ ഏറ്റവും ഇസ്ലാമിന് ശത്രുതയോട് പ്രവർത്തിച്ചിരുന്ന, വളരെയേറെ ശല്യം ചെയ്ത മിഖ്യസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മക്കയിലെ മാർക്കറ്റിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു. ബാക്കി പല ആളുകൾക്കും, വധശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമാപ്പ് നൽകി എന്നാണ് ചരിത്രം പറയുന്നത്. പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ഞങ്ങളെ ഇസ്ലാം സ്വീകരണം ഇപ്പൊ സ്വീകരിക്കൂല എന്നല്ല പറഞ്ഞത്. ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ഏത് ശത്രുവിനെയും മാപ്പ് കൊടുത്തു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ആ വധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ ഏറെ പ്രവർത്തിച്ച ഹിന്ദ്, അബൂസുഫിയാന്റെ ഭാര്യ ഹിന്ദ് മുസ്ലിമാകാൻ തയ്യാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു. വഹ്ശിക്ക് മാപ്പ് കൊടുത്തു. അതേ ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ കുന്തമെറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തിയ, നബി തങ്ങളുടെ മനസ്സിൽ ഏറെ മുറിവുണ്ടാക്കിയ, വധം നടത്തിയ വഹ്ശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തു. അങ്ങനെ പലർക്കും മാപ്പ് കൊടുത്തു. തീരെ ഇസ്ലാം സ്വീകരിക്കാതെ പിന്നെയും വിട്ടുനിന്ന അധികാരികളെ മാത്രമേ ഇവിടുന്ന് കൊന്നുള്ളൂ. വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ കൊലപാതകം നടത്തേണ്ടി വന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചടക്കിയതിന്റെ അഹങ്കാരവും കാണിച്ചില്ല. എല്ലാവരോടും പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നാട്ടിൽ അക്രമം ചെയ്തില്ല, കൊലപാതകങ്ങൾ നടത്തിയില്ല, കൊള്ള നടത്തിയില്ല. പല നേതാക്കന്മാരും ഒരു രാജ്യം ജയിച്ചടക്കുമ്പോ അവിടെ മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ടല്ലേ പോകാറുള്ളത്. രക്തച്ചൊരിച്ചിലുകളുടെ അല്ലാതെ ഒരു നാട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടോ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകൻ, എന്തും ചെയ്യാനുള്ള അധികാരവും ശേഷിയും തന്റെ കയ്യിൽ വന്ന ദിവസം, അതേ തന്നെ പുറത്താക്കിയ നാട്ടുകാര് നിൽക്കുന്നുണ്ട് മുമ്പിൽ, അക്രമം കാണിച്ചവര് നിൽക്കുന്നുണ്ട് മുമ്പിൽ, പലരും നിൽക്കുന്നുണ്ട് മുമ്പിൽ. ആരോടും ആ നിലക്കുള്ള പകയില്ലാതെ എല്ലാവർക്കും അതാ പൊതുമാപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി തയ്യാറ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു ഖുബ്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം വിശ്രമിച്ചു. പിന്നെ അവിടുത്തെ വാഹനപ്പുറത്ത് കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നു. 7 തവണ കഅബ തവാഫ് ചെയ്യുകയാണ്. ആ കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തലമർ റുക്ന ബിമഹ്ജനിഹി, തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അതേ ഹജറുൽ അസ്വദിനെതിരെ തൊട്ടു വന്നിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വാഹനപ്പുറത്തായിരിക്കുന്നത്. അപ്പൊ തിരക്കാൻ പോയില്ല. ആളുകൾക്കൊരു തിരക്കൊന്നുമില്ലാതെ തവാഫ് ചെയ്യുന്ന ആളുകളെ തിക്കിത്തിരക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നയല്ലാതെ പിൽക്കാലത്ത് വരുന്ന തന്റെ ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി കൂടി തൊടാൻ സാധിച്ചില്ലെങ്കിൽ തിരക്ക് കൂട്ടാൻ പോകരുത്, മറ്റുള്ളവരെ തള്ളരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന ഒരു സന്ദേശം കൂടി പഠിപ്പിച്ചുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് തന്റെ വടി കൊണ്ട് അതുമ്മ തൊട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്കാണ് സുന്നത്ത് പ്രകടിപ്പിച്ചത്. അത് പ്രത്യേകം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വഹൗലൽ ബൈതി 60 و300 നുസുബിൻ, ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 360ഓളം പ്രതിഷ്ഠകൾ തവാഫ് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയശ്രീലാളിതനായി കൊണ്ട് മക്കയിൽ കടന്ന് ആദ്യമായി അവിടുന്ന് തവാഫ് ചെയ്യുന്ന വേളയിൽ ഫജഅല യത്അനുഹാ, ഓരോ വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും അവിടുന്ന് ബിഊദിൻ ഫീ യദിഹി, തന്റെ കയ്യിലുള്ള ഒരു മരക്കൊള്ളി കൊണ്ട്, ഒരു മരക്കഷ്ണം കൊണ്ട് ഇങ്ങനെ കുത്തി തള്ളിയിടുന്നു. വയഖൂലു, അവിടുന്ന് ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, ജാഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ, ഹഖ് വന്നിരിക്കുന്നു, അസത്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു, നിശ്ചയമായും അസത്യം തകർന്ന് തരിപ്പണമാകേണ്ടത് തന്നെ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നുണ്ട്. കയ്യിലുള്ള ഒരു മരക്കമ്പ് കൊണ്ട് തവാഫിന്റെ വേളയിൽ കാണുന്ന വിഗ്രഹങ്ങളെയൊക്കെ കുത്തി തള്ളിയിടുന്നുണ്ട്. അവിടുന്ന് ഈ ആയത്ത് ഓതിക്കൊണ്ട് ഓരോ വിഗ്രഹങ്ങളെയും തള്ളിയിടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പരിശുദ്ധ കഅബാലയ തവാഫ് പൂർത്തിയാക്കിയിട്ട് കഅബത്തിന്റെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുകയാണ്. കഅബത്തിന്റെ അകത്ത് നോക്കുമ്പോ അവിടെയുമുണ്ട് ഇവര് കൊണ്ടുവച്ചിട്ടുള്ള കുറെ വിഗ്രഹങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട്, കള്ള ദൈവങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുന്നു, കടന്ന് മുഴുവനെടുത്ത് പുറത്തേക്കെറിയാൻ. അങ്ങനെ ഫഖറജു സൂറത്ത് ഇബ്രാഹിം വ ഇസ്മാഈൽ അലൈഹിമസ്സലാം,
അതേ ആ കൂട്ടത്തിൽ കഅബത്തിന്റെ അകത്ത് ആരൊക്കെ ഇരിപ്പുണ്ട്, ആരുടെയൊക്കെ പ്രതിമകളുണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്. ഫി ഐദീഹിമൽ അസ്ലാം, ആ രണ്ട് നേതാക്കളുടെയും കൈകളിൽ എന്തുണ്ട്? അമ്പുകുറ്റികളുണ്ട്. അല്ല, രണ്ട് പ്രതിമകളുണ്ട്. ആ രണ്ട് പ്രതിമന്റെ കയ്യിൽ ഒരു അമ്പുറയുണ്ട്. അമ്പ് ഇടുന്ന നിക്ഷേപിക്കുന്ന ഒരു ഉറ, ഒരു കീശ. അതിലിങ്ങനെ അമ്പുകൾ വെക്കല അവരെ പരിപാടി. എന്തിനാ അത്? അവർ ഈ അറബികളുടെ ഒരു പതിവുണ്ട്, യാത്രക്കൊരുങ്ങുമ്പോൾ ഒരു കഅബത്തിന്റെ ഉള്ളിൽ കയറും. യാത്രയോ കച്ചവടമോ വിവാഹമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉദ്ദേശിക്കുന്ന അറബികൾ, ഖുറൈശി മുശ്രിക്കുകൾ കഅബത്തിന്റെ അകത്തേക്ക് കയറിയിട്ട് അവർ കണ്ണും ചിമ്മിയിട്ട് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും കൈകളിലുള്ള അമ്പുകുറ്റിയിൽ നിന്നൊരു അമ്പങ്ങ് വലിച്ചൂരും. 3 അമ്പുകളാണ് ഉണ്ടാവുക. ഒരമ്പിൽ എഴുതിയിട്ടുണ്ടാകും ഇഫ് അൽ. എന്താ അതിന്റെ അർത്ഥം? ചെയ്തോളൂ, ഓക്കെ, ചെയ്യാം, കുഴപ്പമില്ല, നല്ലതാണ്. രണ്ടാമത്തെ അമ്പിലുള്ളത് ലാ തഫ്അൽ, ചെയ്യരുത്, അരുത്, ദുശകുനമാണ്, അപകടമാണ് എന്നതാണ് ഉദ്ദേശം. മൂന്നാമത്തത് സിഫർ, 0 ആണ്. 0 കിട്ടിയ പിന്നെയും വലിക്കും അവരമ്പ്. ഇങ്ങനെയാണ് അവരുടെ പതിവ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേൽ നോക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഇങ്ങനെ അമ്പുറയും ആ അമ്പ് വലിച്ചൂരുന്ന ആളുകളെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാ മുശ്രിക്ക്. ഇസ്മായിൽ എന്നവരോടുള്ള സ്നേഹം മുശ്രിക്ക് പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്. എങ്ങനെയാ അവര് സ്നേഹം പ്രകടിപ്പിച്ചത്? ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും വിഗ്രഹം ഉണ്ടാക്കി. എന്നിട്ട് ആ 2 വിഗ്രഹങ്ങളെയും അവരുടെ കരങ്ങളാൽ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട കഅബക്കകത്ത് തന്നെ കൊണ്ടുവച്ചു മലീമസമാക്കി. അവരുടെ കൈകളിൽ ഭാഗ്യലക്ഷണം നോക്കുന്ന അമ്പുകളും കൊടുത്തു. ഈ രൂപത്തിലൊന്നും മഹാന്മാരായ പ്രവാചകന്മാര് പഠിപ്പിച്ചിട്ടില്ലെന്നുറപ്പല്ലേ? ആ വിഗ്രഹങ്ങളെ എടുത്തു മാറ്റുമ്പോൾ ഈ കാഴ്ച കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഖാത്തലഹുമുല്ലാഹ്. മഹാന്മാരായ ഈ പ്രവാചകന്മാരുടെ പേരിൽ, ഈ മഹത്തുക്കളുടെ പേരിൽ ഈ പണി ചെയ്തവരെ അല്ലാഹു തകർക്കുമാറാകട്ടെ, അവരെ അല്ലാഹു നശിപ്പിക്കട്ടെ. അമാ വല്ലാഹി ലഖദ് അലിമു, അവർക്കറിഞ്ഞുകൂടെ, ഈ പണി ചെയ്തവർക്കറിയാമല്ലോ, അന്നഹുമാ, നിശ്ചയമായും ഈ 2 മഹത്തുക്കളും ലം യസ്തഖ്സിമാ ബിഹാ ഖത്തു, ജീവിതത്തിൽ ഒരിക്കലും അവർ അമ്പുകോലുകൾ കൊണ്ട് ലക്ഷണം നോക്കിയിട്ടില്ലല്ലോ, ഭാഗ്യപരീക്ഷണം നോക്കാറുള്ള ആളുകളല്ലല്ലോ അവര്. പിന്നെ എന്തിനാണ് ഇവരുടെ മേലിൽ ഈ ഇല്ലാത്ത ശിർക്കൻ സമ്പ്രദായം, ഈ സമുദായം വെച്ച് കെട്ടിയത്? അവരെ അല്ലാഹു ശപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ സംസാരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മഹാന്മാരായ 2 നബിമാർ, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, 2 മഹത്തുക്കൾ. ആ 2 മഹത്തുക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് മുശ്രിക്കുകൾ വിഗ്രഹം ഉണ്ടാക്കിയത്, വെറുത്തുകൊണ്ടല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണത്. ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും വെറുത്തിട്ടല്ല മുശ്രിക്കുകൾ ബിംബമുണ്ടാക്കിയത്. അവരോട് 2 ആളോടും സ്നേഹം കൊണ്ടാ ബിംബമുണ്ടാക്കിയത്. സ്നേഹം കൊണ്ടാ കഅബക്കകത്ത് കൊണ്ടുപോയി വെച്ചത്. സ്നേഹം കൊണ്ടാണ് യാത്രക്കൊരുങ്ങുമ്പോൾ അവരുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഭാഗ്യപരീക്ഷണം നടത്തുന്നത്. ഇത് അവർക്കുള്ള സ്നേഹാണ്. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പേരിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളെ കഅബക്കകത്ത് നിന്ന് കുത്തിപ്പുറത്തേക്കെറിയാൻ കൽപ്പിച്ചതും സ്നേഹത്തിന്റെ പേരിലാണ്. സ്നേഹം കൊണ്ടാണ് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ചു പുറത്തേക്കെറിയാൻ നബി തങ്ങൾ കൽപ്പന കൊടുക്കുന്നത്, ഓർഡർ കൊടുത്തത്. അപ്പൊ 2 സ്നേഹം ഇവിടെ നിങ്ങൾ കാണുന്നു. ഒരു കൂട്ടർ മുശ്രിക്കുകളെ സ്നേഹിച്ച സ്നേഹം, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹം. ഈ 2 സ്നേഹത്തിൽ ഒറിജിനൽ സ്നേഹം ആരുടേതാണ്? സംശയമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹമാണ്. എന്താ കാരണം? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പഠിപ്പിച്ച മാർഗത്തിൽ നിലകൊള്ളുന്നത് നബി തങ്ങളാണ്. ആ ആശയം ലോകത്തിന്റെ മുമ്പിൽ പറയുന്നതും നബി തങ്ങളാണ്. അതേ അവസരത്തിൽ മുശ്രിക്കുകളുടെ സ്നേഹമോ ആ 2 നേതാക്കളും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് അവരുടെ പേരിൽ പറയുന്നത്, ചെയ്യുന്നത്. അതുകൊണ്ട് ഒറിജിനൽ സ്നേഹം ഇബ്രാഹിമും ഇസ്മായിലും എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അത് പിൻപറ്റുന്ന മുഹമ്മദ് നബിക്കാ ഉള്ളത് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നുമുണ്ട് വ്യത്യസ്ത സ്നേഹം കാണിക്കുന്ന ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതേ നാടൊട്ടാകെ 2 വിഭാഗം ആളുകളെ നമുക്ക് കാണാം. ഒരു കൂട്ടര് പറയുന്നത് ഞങ്ങൾക്ക് നബിയോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അള്ളാന്റെ റസൂലിനെ വിളിച്ചു തേടും.
അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയും, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഓ നബിയെ, എന്റെ കൈ പിടിക്കണേ, എന്നെ രക്ഷിക്കണേ, അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ, ഓ തങ്ങളെ ഞങ്ങളെ കാണുന്നില്ലേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ വിളിച്ചു തേടുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ വിളി കേൾക്കുമെന്നും ഏത് സന്ദർഭത്തിലും നബി തങ്ങൾ അവരുടെ കൂടെയുണ്ടെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ള കാണുന്നുണ്ടെന്നും അവർ പറയുന്നതൊക്കെ നബി തങ്ങൾ കേൾക്കുന്നുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നു. എന്താ അങ്ങനെ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം എന്താ അവന്റെ ഉള്ളിലിരിപ്പ്? അവൻ പറയുന്നത് എന്താ? എനിക്ക് നബി തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അതേ അവസരത്തിൽ അതാ ഒരു മറുപക്ഷത്തുള്ള മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതൊന്നും പാടില്ലെന്ന് പറയുന്നു. നിങ്ങൾക്ക് നബി തങ്ങളോട് മഹബത്തുണ്ടോ? നബി തങ്ങളെ വിളിച്ച് തേടല്ല, അവിടുത്തെ വിളിച്ചു പ്രാർത്ഥിക്കല്ല, അവിടുത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറയല്ല, അവിടുന്ന് അത് വിരോധിച്ച കാര്യമാണെന്ന് നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ മറ്റേ കക്ഷിയും പറയുന്നു. ഇവിടെയുമായി ഇപ്പൊ രണ്ട് സ്നേഹം. ഇതിലേതാ യഥാർത്ഥ സ്നേഹം? ഇതിലാരുടേതാ യഥാർത്ഥ സ്നേഹം? മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെ സ്നേഹിച്ചതും സ്നേഹമാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്നേഹിച്ചതും സ്നേഹമാണ്. പക്ഷേ നബി തങ്ങളുടെ സ്നേഹം മാത്രമേ അംഗീകരിക്കപ്പെട്ടുള്ളൂ. കാരണം ഇബ്രാഹിം നബി പഠിപ്പിച്ച ആശയത്തിന്റെ വക്താവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യം. മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെന്ന് അവകാശവാദം കൊണ്ട് കാര്യമായില്ല. അവിടുന്ന് പഠിപ്പിച്ച ആശയം എന്താണോ, ഖുൽ നബിയെ പറയൂ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ഇരക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അത് പ്രഖ്യാപിച്ച നബി തങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചാലോ, നബി തങ്ങളെ തന്നെ വിളിച്ചു ദുആ ചെയ്താലോ, ആ സ്നേഹം സ്നേഹമല്ല, അത് കാപട്യമാണ്. അത് അല്ലാഹുവിങ്കൽ ശിക്ഷ കിട്ടുന്ന സ്നേഹപ്രകടനമാകുന്നു. ഈ സംഭവത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കണം സുഹൃത്തുക്കളെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? കഅബ മുഴുവൻ ശുദ്ധീകരിക്കാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതിമ മാത്രമല്ല, മറിയം ബീവിയുടെയും രൂപത്തിൽ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. മറിയം ബീവിയുടെ രൂപം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ എടുത്ത് തകർത്തെറിഞ്ഞ് പുറത്തേക്കിടാൻ പറഞ്ഞ് എല്ലാം പരിശുദ്ധ കഅബക്കകത്ത് ഇനി ഒരു വിഗ്രഹവുമില്ല, ഒരു വിഗ്രഹവുമില്ല, ഒരു വരച്ചിട്ടുള്ള ആ നിലക്കുള്ള മനുഷ്യ ഫോട്ടോകളും ഇനിയില്ല എന്ന നിലക്ക് ശുദ്ധീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കഅബക്കകത്തേക്ക് കയറുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു. എല്ലാം ശുദ്ധീകരിച്ച ശേഷം കഅബാലയത്തിന്റെ അകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. പിന്നീട് പുറത്ത് കിടന്ന് കഅബയുടെ താക്കോല്, അതേ ആദ്യന്മാരുടെ കയ്യിൽ നിന്നാണോ കഅബയുടെ താക്കോല് സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയത്? ആ കുടുംബത്തിൽപ്പെട്ട മെമ്പറായ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ആ സഹോദരന്റെ കയ്യിൽ നിന്നാണ് കഅബയുടെ ചാവി വാങ്ങിയത്. അതുകൊണ്ടാണ് തുറക്കാൻ ഓർഡർ കൊടുത്തത്. ആ തുറന്നു കഴിഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചില്ല, ഇനി ചാവി എന്റെ കയ്യിൽ ഇരിക്കട്ടെ, ഇനി താക്കോലിന്റെ സൂക്ഷിപ്പ് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചില്ല. ആരാണോ ഇതുവരെ, ഏത് കുടുംബമാണോ കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാരെങ്കിൽ ആ അമാനത്ത് അവരിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ കൊടുത്തുകൊണ്ട് അവിടുത്തെ വിശ്വസ്തതയും അവിടുത്തെ സത്യസന്ധതയും ആ ലോകത്തിന്റെ മുമ്പിൽ അവിടുന്ന് അറിയിക്കുന്നു. കഅബാലയത്തിന്റെ ചാവി അത് കൈകാര്യം ചെയ്തിരുന്ന ആളെ തന്നെ നേതാവാണ്ട് ഏൽപ്പിക്കുക. അള്ളാന്റെ റസൂലിന് അത് കയ്യിൽ വെക്കുക. ഇത് നീ തരൂല, അത് ഞാനാ കൈകാര്യം ചെയ്യാന്ന് പറയാ. എല്ലാം അള്ളാന്റെ റസൂലിന്റെ കീഴിലായിട്ടുണ്ട്. പക്ഷെ ചെയ്തില്ല. ആരിൽ നിന്നാണോ തിരികെ വാങ്ങിയത്, ആരിൽ നിന്നാണോ തുറക്കാൻ വേണ്ടി ചാവി വാങ്ങിയത്, ആവശ്യം കഴിഞ്ഞപ്പോ ആ കുടുംബത്തെ തന്നെ ഏൽപ്പിച്ചു. ഇന്നും ആ കുടുംബത്തിൽ തന്നെ പരമ്പരയായിക്കൊണ്ട് താവഴിയായിക്കൊണ്ട് കഅബാലയത്തിന്റെ വലിയ ചാവിയുണ്ട്. ആ ചാവി ഇന്നും അവർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം എന്ത് ചെയ്തു? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാൻ പറയുന്നു. ബിലാലിന്റെ ബാങ്ക് വിളി മക്കയുടെ പരിസരത്ത് പ്രകമ്പനം കൊള്ളുകയാണ്. മുഴുവൻ ആളുകളും ആ ശബ്ദം കേട്ട് തരിച്ചു നിൽക്കുകയാണ്. ബിലാൽ ബാങ്ക് വിളിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു മധുരമുണ്ട്. അതേ, മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന്റെ കീഴിൽ തന്റെ ശരീരത്തിൽ കയറ്റിവെച്ച പാറക്കല്ലുകൾ കടിയിൽ കിടന്നുകൊണ്ട് ചാട്ടവാറിന്റെ അടി കൊണ്ടപ്പോഴും
അഹദ് 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് മക്കാ മണലാരണ്യത്തിൽ ഒരു കാലത്ത് രോദനം സഹിക്കവയ്യാതെ, ധീരവേദനകൾ സഹിക്കവയ്യാതെ പ്രകമ്പനം കൊള്ളിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അതേ ആ മണലാരണ്യത്തിൽ കല്ലുകൾക്കടിയിൽ കടന്ന് നിന്ദ്യതനായിക്കൊണ്ട്, അതേ സമൂഹത്തിന്റെ ആട്ടും തുപ്പുമേറ്റുകൊണ്ട് ശിക്ഷയേറ്റ് വാങ്ങിയ അതേ ബിലാൽ റളിയല്ലാഹു അൻഹു, ലോകത്തുള്ള പ്രശസ്തരായ ആളുകളും കുടുംബഗോത്രക്കാരും ഒക്കെ നോക്കി നിൽക്കെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുത്ത വിരൂപനായ ആ നീഗ്രോ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഉച്ചത്തിൽ ബാങ്കൊലി മുഴക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ആ ബാങ്കൊലി മഹാനവറുകൾ ഇങ്ങനെ മുഴക്കുന്നു. എല്ലാവരുടെയും താഴെ കിടന്ന് അഹദ് അഹദെന്ന് കരഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ശിക്ഷിക്കപ്പെട്ട് നിലവിളിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു സർവരും നോക്കി നിൽക്കേ, എല്ലാവരുടെയും ചുമലിന്റെ മീതെ എല്ലാവരും ഇനി ബിലാലിനെ മേലോട്ട് നോക്കിയാലേ കാണുകയുള്ളൂ. ആ ഉച്ചത്തിലുള്ളതാ ഉയരത്ത് കയറി നിന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളി മുഴക്കുന്നു. ഇസ്ലാം നൽകിയ ഏറ്റവും വലിയ ഒരു സ്ഥാനമായിരുന്നു അത്. ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി മക്ക ജയിച്ചടക്കിയിട്ട് മക്കയെ പ്രകമ്പനം കൊള്ളിക്കുന്ന നിലക്ക് തക്ബീർ വിളിക്കാൻ, ബാങ്ക് വിളിക്കാൻ, തഹ്ലീൽ മുഴക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. 15 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിൽ താമസിച്ചു. ധാരാളം ആളുകൾ ഇതിനിടെ പ്രവാചകന്റെ താമസത്തിനിടയ്ക്ക് ഒരുപാട് സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ പ്രവാചകനെ സമീപിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും മുസ്ലിമീങ്ങളാവുകയാണ്, നബി തങ്ങളോട് ബൈഅത്ത് എടുക്കുകയാണ്. ഞങ്ങളിനി ശിർക്ക് ചെയ്യൂല, ഞങ്ങളിനി വ്യഭിചരിക്കുകയില്ല, ഞങ്ങളിനി മോഷണം നടത്തുകയില്ല, ഞങ്ങളിനി ആരെക്കുറിച്ചും ദുരാരോപണങ്ങൾ പറയുകയില്ല എന്ന രൂപത്തിലുള്ള ഒട്ടേറെ ബൈഅത്തുകളും പ്രതിജ്ഞകളുമൊക്കെ ആളുകൾ ഇങ്ങനെ എടുത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില ശുദ്ധീകരണത്തിന് കൂടി ഓർഡർ കൊടുക്കുകയാണ്. മക്കയിലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകവും പരിസരങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായില്ല മക്കയുടെ പരിസരങ്ങളിലുള്ള വിഗ്രഹങ്ങൾ കൂടി തച്ചുടക്കപ്പെടേണ്ടതുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നൊരൽപ്പം ദൂരെയുള്ള ബത്വനു നഖ്ലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഖുറൈശികളുടെ പ്രധാന വിഗ്രഹമായ ഉസ്സ, ആ ഉസ്സയെ തകർക്കാൻ വേണ്ടി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പറഞ്ഞേക്കുന്നു. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു സംഘവും പോയിട്ട് ബത്വനു നഖ്ലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വലിയ വിഗ്രഹം ഉസ്സ, ആ ഉസ്സനെ തകിട് പൊടിയാക്കി തകർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഉസ്സയുടെ പണി കഴിച്ചു, അത് തകർത്തിരിക്കുന്നു. മക്കയിൽ നിന്ന് 3 മൈൽ ദൂരെയുള്ള ഹുദൈൽ എന്ന് പറയുന്ന ഹുദൈലുകാരാരാധിച്ചു കൊണ്ടിരുന്ന അവരുടെ വിഗ്രഹമുണ്ട്, സുവാഴ്. നബി ഇസ്ലാമിന്റെ കാലത്തുള്ള ആളുകളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ ആളുകളാ. ആ കൂട്ടത്തിലെ സുവാഴ് അന്നും മക്കയിൽ ആരാധിക്കപ്പെടുന്നുണ്ട്. ആ സുവാഴിനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോയിട്ട് സുവാഴ് എന്ന് പറയുന്ന വിഗ്രഹത്തെ മുറിച്ചിട്ടു, തകർത്തു. കെൽബ് ഖുസാ ഗോത്രങ്ങളുടെ വിഗ്രഹമായ മനാത്ത, ആ മനാത്തെ സഅദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പറഞ്ഞയച്ചു, അതും തകർത്തു. ഖുർആൻ പറഞ്ഞ ഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സാ വമനാത സാലിസത്തുൽ ഉഖറാ, ആ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന വൻകിട വിഗ്രഹങ്ങളെ മുഴുവനും ശക്തമായി തന്നെ അതാ മുസ്ലിം സൈന്യം കൊണ്ടുപോയി തകർക്കുകയാണ്. അതേ ഇസ്ലാമിന് അധികാരവും ആധിപത്യവും ഉള്ളയിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വസിയത്താണത്. ഒരു വിഗ്രഹത്തെയും തകർക്കപ്പെടാതെ വിടരുത്. അതിന് സമാനമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതേ പൊങ്ങി നിൽക്കുന്ന ഉയർത്തപ്പെട്ട ഖബറുകളെയും നിരപ്പാക്കാതെ വിടരുത്. വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂടെ തന്നെ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളുടെ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഒന്ന് നിർത്തിയിട്ട വിഗ്രഹമാണെങ്കിൽ മറ്റൊന്ന് കിടത്തിയിട്ട വിഗ്രഹമാകുന്നു. രണ്ടും പൂജിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മക്കയും പരിസരങ്ങളുമൊക്കെ ശുദ്ധീകരണ പ്രക്രിയ നടന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സൂറത്തുൻ നസ്ർ അവതരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും അവനിൽ നിന്നുള്ള വിജയവും വന്നു കിട്ടിയാൽ, നബിയെ ജനങ്ങളെ നിങ്ങൾ കാണുമാറാവുകയും ചെയ്താൽ, യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ മതത്തിൽ അവരിങ്ങനെ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, അഫ്വാജാ, സംഘം സംഘമായി കൂട്ടം കൂട്ടമായി ഇങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും പ്രവഹിക്കുന്നതും അങ്ങനെ നിങ്ങൾക്ക് വിജയം കിട്ടുന്നതും അല്ലാഹുവിന്റെ സഹായവും നബിയെ നിങ്ങൾ കാണുമ്പോൾ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ വാഴ്ത്തണം. താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം വാഴ്ത്തണം. വസ്തഗ്ഫിർഹു, അവനോട് പാപമോചനത്തിന് അർത്ഥിക്കണം. ഇന്നഹു കാന തവ്വാബാ, അവനേറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിക്കുന്നു, നബി തങ്ങൾക്ക് അഹങ്കാരമില്ല. ജയിച്ചടക്കിയവര് ജേതാവാണെന്ന അഹങ്കാരമില്ല. ജയിച്ചടക്കിയ നേതാവാണെന്ന താൻ പോരിമയില്ല. അള്ളയതാ എന്നിട്ടും നബി തങ്ങളോട് പറയുകയാണ്, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് കാണുമ്പോഴും നിർത്താനായി എന്ന് തോന്നരുത്. താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചോളണം, വാഴ്ത്തിക്കോളണം, പാപമോചനത്തിന് അർത്ഥിച്ചോളണം. ഈ ആയത്ത്, ഈ സൂറത്തിങ് അവതരിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലീ, ധാരാളം സമയം അവിടുന്ന് പറയാറുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവതരിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറഞ്ഞിരുന്ന പ്രവാചകൻ, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറഞ്ഞിരുന്ന പ്രവാചകൻ, ഈ ആയത്തിറങ്ങിയതിന്റെ ശേഷം പിന്നെ അധിക സന്ദർഭങ്ങളിലും സുജൂദിലും റുകൂഇലുമൊക്കെ സുബ്ഹാനകല്ലാഹുമ്മ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ, സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ നിന്നെ വാഴ്ത്തുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലീ, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കേണമേ. ആയത്തിൽ പറഞ്ഞ അതേ കാര്യം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ വാഴ്ത്തണം. അപ്പൊ നബി തങ്ങൾ പറയുന്നു സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക, പിന്നെ പറയുന്നു വസ്തഗ്ഫിറുഹു, നല്ലേ അല്ലാഹുവിന്റെ കൽപ്പന, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കണം. ചേർത്തുകൊണ്ട് റസൂലുള്ള പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഗ്ഫിർലീ. അപ്പൊ സുജൂദിലും റുകൂഇലുമൊക്കെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ എന്ന ദിക്ർ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. റുകൂഇൽ നമുക്ക് സുബ്ഹാൻ റബ്ബിയൽ അദീം എന്നും പറയാം, ഇതും പറയാം, ഇതൊക്കെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൽപ്പന കിട്ടിയപ്പോൾ പിന്നെ പ്രവാചകൻ അതന്നെയാണ് പറഞ്ഞിരുന്നത്. ഈ ആയത്ത് അവതരിച്ച് പിന്നെ അധിക കാലം, അധിക വർഷമൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിച്ചിട്ടില്ല എന്നും നമുക്കറിയാം. ആ നിലക്ക് മക്കാ വിജയം ഇസ്ലാമികമായി ഏറ്റവും വലിയ ഒരു വിജയവും അതേ പരിസരങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ കൃത്യമായ സന്ദേശമെത്തുവാൻ നിമിത്തമായി ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ വഴിയൊരുക്കിയത് അന്നത്തെ ഹുദൈബിയ സന്ധിയും കരാറുമാണ്. അന്ന് സഹാബത്തിനൊക്കെ വലിയ വിഷമമുണ്ടായെങ്കിലും ഇതിന്റെയൊക്കെ മുന്നോടിയായി ആ ഹുദൈബിയ കരാറ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴാണ് സൂറത്തുൽ ഫത്ഹ് ഇറങ്ങുന്നത്. ആ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ആ മക്ക ജയിച്ചടക്കുമ്പോൾ മക്കയിലേക്ക് വിനയത്തോടെ പ്രവേശിക്കുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രോടെ മക്കയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ മക്ക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ശേഷം ഇതുകൊണ്ടും ചിലരൊന്നും മടങ്ങി നിന്നിട്ടില്ല. വേറെയും ചില നാടുകളിലൊക്കെ ഇസ്ലാമിനോടുള്ള വൈരം ചിലരൊക്കെ നിലനിർത്തിയപ്പോൾ ആ നാടുകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയോട്ടം നടത്തി വിജയം വരിച്ച പ്രത്യേകമായ ചരിത്രങ്ങൾ വേറെയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം കൂടുതൽ അറിയും തോറും അവിടുത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അവൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വിശ്വാസ ആചാര നടപടിക്രമങ്ങളെ പിൻപറ്റുന്ന, അതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്ന വിനീത മനസ്കരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.